www.hubburrasool.net. കമ്പനി ഷെയറുകളോ എന്നതാണ്. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. കമ്പനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനി എന്താന്ന് പറഞ്ഞാൽ രൂപീകരണം നടത്താൻ വേണ്ടി പോകുമ്പോൾ അതിന്റെ പ്രൊമോട്ടർമാർ ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്താൽ ആ ഷെയർ മാർക്കറ്റിൽ നിന്ന് പ്രഥമ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങുന്നു. അങ്ങനെ പിന്നെ കമ്പനിയിൽ നിന്ന് നേരിട്ടോ കമ്പനിയുടെ ഏജന്റുമാരിൽ നിന്നോ നേരിട്ട് കുറഞ്ഞ വിലക്ക് നമുക്ക് ഷെയർ കിട്ടുന്നു. അപ്പോൾ അവിടെ കമ്പനി നിലവിൽ വന്നിട്ടില്ല. കമ്പനി നിലവിൽ വരുന്നതിന്റെ മുമ്പ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു പറഞ്ഞാൽ ഷെയർ വിപണനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഷെയർ ശേഖരണം എന്നാണ്. അങ്ങനെ കമ്പനി നിലവിൽ വന്ന് അവിടെ കമ്പനി പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോഴാണ് അവിടെ കച്ചവടം തുടങ്ങുന്നത്. അങ്ങനെ ഇവിടെ ഷെയറുകൾ വാസ്തവത്തിൽ ഷെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പനി സ്ഥലം വാങ്ങിയതോ കെട്ടിടമുണ്ടാക്കിയതോ ഉപകരണങ്ങൾ വാങ്ങിയതോ ഒന്നും സക്കാത്തിന് വിധേയമാകുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പനി ഷെയറുകൾ നമ്മൾ ഷെയറുകൾ പ്രഥമ മാർക്കറ്റിൽ നിന്നോ അതല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നോ പ്രഥമ മാർക്കറ്റിൽ നിന്നായാലും ഒരു കമ്പനിയുടെ നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള നിയമപ്രകാരം വിദേശത്തും ഇന്ന് നിലവിലുള്ള നിയമപ്രകാരം ഒരു കമ്പനിയുടെ ഒരു വിപുലമായ ഒരു വലിയ കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഷെയർ നമുക്ക് പിൻവലിക്കാനുള്ള അവകാശമില്ല. കമ്പനി പ്രവർത്തനം നിർത്തി ലിക്വിഡേറ്റ് ചെയ്ത് അവകാശങ്ങളൊക്കെ കൊടുത്തു വീട്ടുന്ന സമയത്തല്ലാതെ തന്റെ ഷെയർ തിരിച്ചു കിട്ടുകയില്ല. പക്ഷെ ഒരു മാർഗം മാത്രമാണുള്ളത്. തനിക്ക് വേണ്ടെങ്കിൽ കൈമാറ്റം നടത്താം. സൗജന്യമായോ വിലക്കോ അത് കൈമാറ്റം നടത്താവുന്നതാണ്. അങ്ങനെ കൈമാറ്റം നടത്തുമ്പോൾ അതിന്റെ വിപണനം നടത്തുകയാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മുഖേനയാണ് അതിന്റെ വിപണനം നടക്കുക. അങ്ങനെ നമുക്ക് വിൽക്കണമെങ്കിൽ വിൽക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് അത് വിൽക്കാവുന്ന നമ്മുടെ ഷെയറുകൾ, ആ ഷെയറുകൾക്ക് സക്കാത്തുണ്ടോ? സക്കാത്തുണ്ട്. ആ ഷെയറുകൾക്ക് സക്കാത്തുണ്ട്. കമ്പനി ഇസ്ലാമിക സ്വഭാവത്തിലുള്ള കമ്പനികൾ വിദേശത്ത് അങ്ങനെ ചിലപ്പോൾ പിന്നെ പലിശരഹിത ബാങ്കുകൾ, ഇസ്ലാമിക് ബാങ്കുകൾ ചില ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. ഇസ്ലാമിക് ബാങ്കുകൾ അതുപോലെ തന്നെ ഇസ്ലാമിക സ്വഭാവത്തിൽ നടത്തുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളും അങ്ങനെ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. അവിടെ കമ്പനികൾ തന്നെ സക്കാത്ത് കൊടുക്കുന്നു. ചില കമ്പനികൾ ഓരോരുത്തരുടെയും ഷെയർ ഹോൾഡേഴ്സിന് നിങ്ങളുടെ സക്കാത്ത് വിഹിതം എത്രയാണെന്ന് അറിയിച്ചു കൊടുക്കുന്നു. ഇത് രണ്ടുമില്ലാത്തയിടത്ത് നമ്മുടെ ഷെയറിന്റെ മൂല്യം നമ്മൾ കണക്കാക്കണം. അത് അപ്പോൾ ഇന്ന് നെറ്റിലൂടെ മനസ്സിലാക്കാൻ ഏതൊരു കമ്പനിയുടെയും ഇപ്പോൾ ആസ്തി എത്രയുണ്ടെന്നും നമ്മുടെ ഷെയർ എത്ര സംഖ്യയെ പ്രതിനിധാനം ചെയ്യുന്നെന്നും മനസ്സിലാക്കാനുള്ള സംവിധാനമുള്ളത് കൊണ്ട് നമ്മുടെ ഷെയറിന്റെ മൂല്യം മനസ്സിലാക്കാം. ആ ഷെയറിന്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കുകയല്ലാതെ നിർവാഹമില്ല. കാരണം അതിൽ ഒരു വിഹിതം കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ അല്ലാതെ കച്ചവട സ്വഭാവത്തിലല്ലാതെയുള്ള ആസ്തി വകകൾ വിടുമല്ലോ. സ്ഥലവും കെട്ടിടവും അതിന്റെ ഉപകരണങ്ങളും വിടുമല്ലോ. അത് ഇതിൽ നിന്ന് കിഴിച്ച് സക്കാത്ത് കൊടുക്കാൻ സാധാരണഗതിയിൽ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഷെയർ അതിന്റെ മൂല്യം അപ്പോൾ വർഷം തികയുമ്പോഴുള്ള മൂല്യം എത്രയാണെന്ന് നെറ്റിലൂടെ മനസ്സിലാക്കി അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കുകയല്ലാതെ നിർവാഹമില്ല. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് പിന്നെ പലിശ ഇടപാട് നടത്തുന്ന പലിശാധിഷ്ഠിതമായ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സംഖ്യക്ക് മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. ഇപ്പം ബാങ്കിലെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിലെ ഡെപ്പോസിറ്റ് അത് വർദ്ധിക്കുന്നതിന്റെ ഫവായിദ് ഉണ്ടാകുന്നു. അവിടെ ബാങ്കിലെ ഫവായിദ് എന്ന് പറഞ്ഞാൽ അത് പലിശയാണ്. പലിശക്ക് ഉടമാവകാശമില്ല. അതിന് സക്കാത്ത് ബാധകമല്ല. അതുകൊണ്ട് അതിൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഡെപ്പോസിറ്റ് സംഖ്യ, ആ പ്രോപ്പർ ഡെപ്പോസിറ്റ് സംഖ്യ, അതിന് മാത്രമാണ് സക്കാത്തുള്ളത്. അത് സക്കാത്ത് കണക്കാക്കി കൊടുക്കേണ്ടതാകുന്നു. www